അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, നേതാക്കന്മാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അജ്മാൻ നാസർ സുവൈദി മദ്രസ ഈ വർഷത്തെ റബീഉൽ അവ്വൽ 1 ആരംഭിച്ച റബീഉൽ അവ്വൽ പരിപാടിയുടെ സമാപന സംഗമ വേദിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൽസെ മദീന എന്ന പേരിൽ വിദ്യാർത്ഥികളെ എല്ലാ വർഷവും നടത്തിവരാറുള്ള വിദ്യാർത്ഥി ഫെസ്റ്റിൻ്റെ സമാപന വേദി കൂടിയാണ്. അജ്മാനിലെ ദീനി വിദ്യാഭ്യാസ രംഗത്ത് 3.5 പതിറ്റാണ്ട് കാലത്തിലേറെമായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന അജ്മാൻ നാസർ സുവൈദി മദ്രസ കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മോട് സഹകരിച്ച, നമ്മോട് കൂടെ നിന്ന എല്ലാവരെയും കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒട്ടനവധി നേതാക്കന്മാർ, നമ്മോട് കൂടെ പ്രവർത്തിച്ച ഒട്ടനവധി നേതാക്കന്മാരെ നമ്മൾ ഓർക്കുകയാണ്. മഹാനായ പണ്ഡിതൻ മർഹൂം ആർ.വി. അലി ഉസ്താദ്, അതുപോലെ നമ്മുടെ കമ്മിറ്റി മെമ്പറായിരുന്ന അഷ്റഫ് അലി ഗ്യാസ് തൃശ്ശൂർ, അഷ്റഫ് ബംഗള, അതുപോലെ ഒട്ടനവധി നേതാക്കൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അവരെയും അള്ളാഹു നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിനായി ഒട്ടനവധി നേതാക്കന്മാരും ഒട്ടനവധി സ്ഥാപകരും ഒട്ടനവധി പ്രസ്ഥാനക്കാരും നമ്മളെ അഹോരാത്രം ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹായിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ കൃതജ്ഞതയോട് ഓർക്കുകയാണ്. നമ്മുടെ ഈ വേദിയിലെത്തിച്ചേർന്ന ബഹുമാന്യനായ ആഫിദ് അലീം ഉസ്താദ്, അതുപോലെ നാസർ സുവൈദി മദ്രസയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി സയ്യിദ് ഷുഹൈബ് തങ്ങൾ, നാസർ സുവൈദി മദ്രസയുടെ സദർ മുഅല്ലിം കരീം ഫൈസി ഉസ്താദ്, നാസർ സുവൈദി മദ്രസയുടെ സെക്രട്ടറി റഫീഖ് ഇരിട്ടി, നാസർ സുവൈദി മദ്രസയുടെ വൈസ് പ്രസിഡന്റിൽ ഒരാളായ റഫീഖ് ബുസ്താൻ, നമ്മോടെന്നും നമ്മുടെ ഏതാവശ്യങ്ങളും പറഞ്ഞാൽ അതുപോലെ സ്വീകരിച്ച് നമുക്ക് വേണ്ടി സഹായിക്കുന്ന ഈ ഒരു പ്രസ്റ്റിജ് എന്ന മഹത്തായ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ റാഷിദ്, നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് അജ്മാനിൽ മുൻകാലങ്ങളിൽ സുന്നി സെൻ്ററിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന ബഹുമാനപ്പെട്ട ജംഷിദ് അലി തങ്ങൾ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. അതുപോലെ ജമാൽ സുബൈർ ബൈത്താൻസ്, സുന്നി സെൻ്റർ മാദനി ഉസ്താദ്, നമ്മുടെ ആഫിദ് അലീം ഉസ്താദ്, ജുനൈദ് റഹ്മാൻ ഉസ്താദ്, അതുപോലെ SKSF-ൻ്റെ പ്രസിഡന്റ് ഹുസൈൻ പുറത്തൂർ, KMCC അഷ്റഫ് നീർച്ചാൽ, ഹാദിയ പ്രസിഡന്റ് ബഷീർ ഉദവി, മറ്റ് വേദിയിലുള്ള നേതാക്കന്മാരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, ഈ സമാപന സമ്മേളനം നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. കാരണം നമുക്ക് വിദ്യാർത്ഥികളുടെ കലാപ്രതിഭകൾ കാണുവാനുള്ള രക്ഷിതാക്കൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾ കവർന്നെടുക്കുന്നില്ല. എന്നിൽ അർപ്പിതമായ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നാസർ സുവൈദി മദ്രസയുടെ സദർ മുഅല്ലിം അബ്ദുൽ കരീം ഫൈസി ഉസ്താദാണ്. ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നാസർ സുവൈദി മദ്രസയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറിയും SKSF സ്റ്റേറ്റ് പ്രസിഡന്റുമായ സയ്യിദ് ഷുഹൈബ് തങ്ങളാണ്. അവരെ എല്ലാവരെയും മറ്റു നേതാക്കന്മാരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ കർത്തവ്യത്തിൻ്റെ അധ്യക്ഷത ഫലം അലങ്കരിക്കുന്നതിന് വേണ്ടി ആദരണീയനായ സദർ മുഅല്ലിം കരീം ഫൈസി ഉസ്താദിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. في هذه المناسبة المباركة ونحن نجتمع تحت رحمة الله، يشرفنا أن نبدأ هذا الاجتماع بتوجيه قلوبنا إلى كلماته المقدسة
القرآن ينبوع الحكمة والهداية يدعونا للتأمل والتفكر. آياته أنهار من نور تتدفق إلى قلوبنا بالسكينة والصفاء، ومن خلال تلاوته نبحث عن السكينة والرفعة الروحية. بكل احترام أدعو الهان حافظ محمد فاهم فيصل لتلاوته الآيات الخالدة من القرآن الكريم. نسأل الله أن تملأ هذه الكلمات قلوبنا بالنور والتطمئنين. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله العظيم. السلام عليكم ورحمة الله. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. മഹത്തായ ഈ സദസ്സിൻ്റെ ഉദ്ഘാടകൻ മദ്രസയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി സയ്യിദ് ഷുഐബ് തങ്ങളവറുകളെ, വേദിയിലെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതലാണ് നാം ഇവിടെ ഈ മഹത്തായ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. നാം ഒക്കെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് നമ്മുടെ പിഞ്ചു മക്കളുടെ ഇമ്പമാർന്ന കലാപരിപാടികൾ കാണാനാണ്, ആസ്വദിക്കാനാണ്. ഇവിടെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. എന്നിരുന്നാലും ഒരു വലിയ ചടങ്ങ് നടക്കുമ്പോൾ ഔപചാരികതയ്ക്ക് വേണ്ടി, ബറക്കത്തിന് വേണ്ടി ഇങ്ങനെ ഒത്തുകൂടൽ വളരെ അത്യാവശ്യമാണ്. എന്തിനാണ് മദ്രസ, എന്താണ് മദ്രസ? ആ ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. പരിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ സൂറത്ത് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. 113 സൂറത്തും ഇറങ്ങിയില്ല എങ്കിൽ പോലും ഈ ഒരൊറ്റ സൂറത്ത് മതിയാകുമായിരുന്നു. അത്രത്തോളം ആശയങ്ങളും പരിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാ തത്വസംഹിതകളും ഈ പരിശുദ്ധമായ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ സൂറത്തുൽ അസ്റിലുള്ള പ്രധാനപ്പെട്ട കാര്യം? 4 കാര്യമുണ്ട്, നാം ശ്രദ്ധിക്കണം. അല്ലാഹു തആല പറയുന്നു, വൽ അസ്രി, കാലത്തെ തന്നെ സത്യം. കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, വൽ അസ്രി, കാലത്തെ തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യ സമൂഹം വമ്പിച്ച പരാജയത്തിലാണ്. മനുഷ്യ സമൂഹം വമ്പിച്ച പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. 4 വിഭാഗം ആളുകൾ ഒഴികെ. 4 കാര്യം ആരിൽ ഉണ്ടോ അവൻ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഈ 4ഉം ഇല്ലാത്തവൻ, അവരെല്ലാം വമ്പിച്ച പരാജയത്തിലാണെന്ന് കാലത്തെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു. 4 കാര്യമേതാ? ഇല്ലല്ലദീന ആമനു, യഥാർത്ഥ സത്യവിശ്വാസം.
വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ. വതവാസൗ ബിൽ ഹഖി, സത്യസന്ദേശം കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യുക. വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യുക. കാര്യം ബോധ്യപ്പെട്ട് കാണും. നമ്മുടെ മക്കളുടെ പരിപാടികൾക്കിടയിൽ പ്രസംഗത്തിന് പ്രസക്തിയില്ല എങ്കിലും എന്തിനാണ് മദ്രസ, എന്താണ് മദ്രസ, അവിടെ പഠിപ്പിക്കുന്നത് എന്താണ്, അവിടുത്തെ ആശയങ്ങൾ എന്താണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് യഥാർത്ഥം. ഈമാൻ കാര്യം പഠിപ്പിക്കുക, ഇസ്ലാം കാര്യം പഠിപ്പിക്കുക, ക്ഷമ പഠിപ്പിക്കുക, സത്യമായ സന്ദേശങ്ങൾ പഠിപ്പിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. പ്രിയപ്പെട്ടവരെ, ഈ 4 വലിയ ലക്ഷ്യങ്ങളാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഈ വലിയ എന്നാൽ വളരെ ചെറിയ സൂറത്തിലൂടെ പഠിപ്പിച്ചത്. ഈ 4 ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് മദ്രസ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മദ്രസയിൽ പഠിച്ചാൽ മാത്രമേ ഇത് 4ഉം നമ്മുടെ മക്കൾക്ക് ലഭിക്കുകയുള്ളൂ. മക്കൾക്ക് ലഭിച്ചാൽ മാത്രമേ നമ്മുടെ കുടുംബം നന്നാവുകയുള്ളൂ. കുടുംബം നന്നായാൽ മാത്രമേ സമൂഹം നന്നാവുകയുള്ളൂ. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് നാഫിഅ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉയരങ്ങളിലേക്കെത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി SKSSFന്റെ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ ആദരണീയനായ സയ്യിദ് ഷുഐബ് തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അൽഹംദുലില്ലാ, വളരെ ശ്രേഷ്ഠരായ പണ്ഡിതരും സാദാത്യങ്ങളും നേതാക്കളും ഒത്തുചേർന്ന വേദിയിൽ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ കുരുന്നുകളുടെ സർഗവാസനകളെ ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഇനി ഒരു വലിയ പ്രഭാഷണത്തിൻ്റെ വേദിയാണോ എന്ന് ആരും ശങ്കിക്കേണ്ട. ഇൻഷാ അല്ലാ വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. ഈ വേദിയിൽ കൂടുതലായി ആരും സംസാരിക്കുന്നില്ല എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. വിശിഷ്ടമായ അതിഥികളോ മറ്റോ പങ്കെടുപ്പിക്കാത്ത രീതിയിൽ തന്നെ പൂർണ്ണമായും നമ്മുടെ മക്കളുടെ പരിപാടികൾ ആസ്വദിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് നാസർ സുവൈദി മദ്രസ മാനേജ്മെൻറ്റ് ഈ വേദി ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 38 വർഷക്കാലമായി പ്രവാസ ലോകത്ത് വിദ്യാർത്ഥി സമൂഹത്തിന് ദീന് പഠിക്കാൻ, അതോടൊപ്പം തന്നെ നേറുന്ന പ്രയാസപ്പെടുന്ന സാന്ത്വനമാകുന്ന സദസ്സുകളൊരുക്കി ആത്മീയ മജ്‌ലിസുകളും മറുനാടിൽ നിന്ന് നമ്മുടെ ഉറ്റവരും ഉടയവരും വിട പറയുമ്പോൾ അവർക്ക് വേണ്ടി ജനാസ സംസ്കരിക്കാനും മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള സദസ്സുകൾ ഒരുക്കുകയും അജ്മാനിലെ മലയാളി സമൂഹത്തിൻ്റെ പ്രതീക്ഷാ കേന്ദ്രമായി ഇന്നലകളിൽ പ്രവർത്തിച്ചു വന്ന നാസർ സുവൈദി മദ്രസ അതിൻ്റെ വർഷത്തിൽ ഒരിക്കൽ നബിദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ വേദിയിൽ ഇന്നലകളിൽ ഇതിനുവേണ്ടി കഠിനാധ്വാനം നടത്തി പരിശ്രമിച്ച ഈ സ്ഥാപനം കെട്ടിപ്പടുത്ത് ഈ രീതിയിൽ നമ്മുടെ മക്കൾക്ക് ദീന് പകരുന്നതിന് വേണ്ടി സൗകര്യമൊരുക്കാൻ പ്രയത്നിച്ച അഭിവന്ദനായ മാമ്പ്ര അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. രോഗശയ്യയിലാണ്. ഉസ്താദിൻ്റെ സേവന പ്രവർത്തനങ്ങളെ വളരെ ബഹുമാനപൂർവം സ്മരിക്കുന്നതോടൊപ്പം ഈ വേദിയിൽ നമുക്ക് ഏറെ ധൈര്യവും കരുത്തും പകർന്നുകൊണ്ട് അജ്മാനിലെ എല്ലാ സാമൂഹിക സാംസ്കാരിക മത ആത്മീയ മേഖലകളിലൊക്കെ നമ്മുടെ മാർഗദർശിയായി കടന്നുപോയ അഭിവന്ദനായ ഉസ്താദ് RV അലി മുസ്ലിയാർ നവറല്ലാഹു മർക്കദവും ഉസ്താദിൻ്റെ അഭാവം നമുക്ക് അജ്മാനിൽ എന്നും നിലച്ചു നിൽക്കുന്ന
ഒരു സാന്നിധ്യമാണ്. അള്ളാഹു ബർസഖയായ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. കരുവാരക്കുണ്ട് ദാറുൻ നജാത്ത് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ സഹസ്ഥാപനമായി ഈ നാസർ സുവൈദി മദ്രസ ഏറ്റെടുത്ത് നൂറുകണക്കിന് അഗതികൾക്കും അനാഥകൾക്കും സാന്ത്വന കേന്ദ്രമാക്കി ഇതിൻ്റെ സംരക്ഷണത്തിനുള്ള ഒരു സ്ഥാപനമായി നാസർ സുവൈദി മദ്രസ ഏറ്റെടുത്ത് നേതൃത്വം നൽകിയ കേരളക്കരയിലെ വിജ്ഞാൻ നവോമണ്ഡലത്തിലെ ജ്വലിക്കുന്ന പ്രതീകമായി കടന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കാര്യദർശിയായ മർഹൂം KT മാനു മുസ്ലിയാർ മഹാനവർ നവറല്ലാഹു മർക്കദവും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി ഉന്നതമായ നിറച്ച നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ കടന്നുപോയി ഈ ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകിയ ബഹുമാനനായ ഉസ്താദ് അലിക്കോയ മുസ്ലിയാർ നവറല്ലാഹു മർക്കദവും തുടങ്ങി നമ്മുടെ കൂടെ സഞ്ചരിച്ച് കടന്നുപോയ ഒരുപാട് ഉമറാക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, സഹപ്രവർത്തകർ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഊണുമുറക്കവുമില്ലാതെ കഠിനാധ്വാനം നടത്തി നാണയത്തുട്ടുകൾ ശേഖരിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് കഴിഞ്ഞു പോയ നേതാക്കൾ, മൺമറഞ്ഞു പോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ ഉൾപ്പെടെ ഇതിനു വേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പ്രോത്സാഹനം നൽകുന്ന, പിന്തുണ നൽകുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നാഥൻ ഇരു വീട്ടിലും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി നാസർ സുവൈദി മദ്രസയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്ദരായ രക്ഷിതാക്കൾ, അതുപോലെ തന്നെ ഒരുപാട് ദിവസങ്ങളിലായി നമ്മുടെ പിഞ്ചോമനകളെ ഇതിനു വേണ്ടി പ്രാപ്തരാക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിവന്ദരായ ഉസ്താദുമാർ, അതற்கு വേണ്ടി പിന്തുണയും പ്രോത്സാഹനം നൽകുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അതേപോലെ തന്നെ മുതിർന്ന വിദ്യാർത്ഥികൾ ഈ പരിപാടിയുമായി കടന്നു വന്നപ്പോൾ അവർക്ക് ഇതിന് എല്ലാ പിന്തുണയും നൽകി, പ്രോത്സാഹനം നൽകി, സമ്മാനങ്ങളും അതുപോലെ തന്നെ ഭക്ഷണങ്ങളും മധുരപാനീയങ്ങളും ഒക്കെ നൽകി പ്രോത്സാഹനം നൽകി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത രക്ഷിതാക്കൾ, അഭ്യുതകാംക്ഷികൾ, സ്ഥാപന മേധാവികൾ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഈ വേദിയിൽ ഒരുപാട് അതിഥികളെയൊന്നും ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ചിട്ടില്ല. പക്ഷേ നമ്മോടൊപ്പം കടന്നു വന്നുകൊണ്ട് ഓരോരുത്തരും അനുഗ്രഹിക്കാൻ രാഷ്ട്രീയ, സാമൂഹിക, മതമേഖലകളിലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ക്രിസ്തു സന്ദർശനത്തിനെത്തിയ മുമ്പ് ഈ അജ്മാൻ സുന്നി സെൻറ്ററിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജംഷീദ് തങ്ങൾ വിശിഷ്ട അതിഥിയായി നമ്മുടെ വേദിയിലുണ്ട്. തങ്ങൾ മാത്രം ഈ വേദിയിൽ 2 വാക്ക് എല്ലാവർക്കും വേണ്ടി ആശംസ അർപ്പിക്കും. അതേപോലെ തന്നെ ഇവിടെ വേദിയിലുള്ള സുന്നി സെൻറ്ററിൻ്റെ, SKSSFൻ്റെ, KMCCയുടെ, അതുപോലെ തന്നെ ഷാർജ ദവാ സെൻറ്ററിൻ്റെ പ്രതിനിധി അബ്ദുറസാഖ് വളാഞ്ചേരി തുടങ്ങി ഇവിടെ എത്തിയ എല്ലാവർക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ മഹത്തായ ഈ സ്ഥാപനം ഇന്നലെ ഒരുപാട് പൂർവികർ പരിശ്രമം നടത്തി നമ്മുടെ കരങ്ങളിൽ എത്തിച്ചു. നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. +2 വരെയുള്ള പഠനം നടത്തുമ്പോൾ ഇന്ന് 700-ലധികം വിദ്യാർത്ഥികൾ ഈ മതപഠനശാലയിൽ പഠനം തുടരുമ്പോൾ തന്നെ ഏറെ അഭിമാനത്തോടുകൂടി നമുക്ക് പ്രത്യേകം സന്തോഷിക്കാൻ കഴിയുന്ന ഒരു വേളയാണ്. മദ്രസയിൽ പഠിക്കുമ്പോൾ, അതേപോലെ തന്നെ സ്കൂളിലും പഠിക്കുമ്പോൾ സമയം ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കൾ ഹിഫ്ള് പൂർത്തീകരിക്കാനും ഈ വർഷം വരെ 5 വിദ്യാർത്ഥികൾ പരിപൂർണമായി ഹിഫ്ള് പൂർത്തീകരിക്കാനും കൂടി നമ്മുടെ സ്ഥാപനത്തിലെ മക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹു നാഫിയ ഇൽമ് നൽകി അവരെയും നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അത് നിലനിർത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അത് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി വളരെ പരിശ്രമം നടത്തിയിട്ടുള്ള ഉസ്താദുമാർ, അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഒരുപാട് നേതാക്കൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംവദിക്കാനുണ്ട്. ദീർഘിപ്പിക്കുകയല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വിശുദ്ധ വാക്യം കൊണ്ട് ഈ മഹത്തായ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ മഹത്തായ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി അജ്മാൻ സുന്നി സെൻറ്ററിൻ്റെ മുൻ പ്രസിഡന്റ് ബഹുമാന്യനായ സയ്യിദ് ജംഷീദ് തങ്ങളെ ഈ വേദിയിലെ എല്ലാ നേതാക്കൾക്ക് വേണ്ടിയും ആശംസ അർപ്പിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമുക്കേവർക്കും പ്രിയങ്കരനായ ഈ ലോകത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാന്യനായ ഷുഹൈബ് തങ്ങൾ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സാദത്തുക്കൾ, ആലിമീങ്ങൾ, നമുക്ക് പ്രിയങ്കരരായ ഉസ്താദുമാർ, അതിലുപരി മഹത്തായ നമ്മുടെ ഈ പ്രസ്ഥാനം നാസർ സുവൈദി മദ്രസയുടെ അതിഥേയകാംക്ഷികളായിട്ടുള്ള രക്ഷിതാക്കൾ, വളരെ അഭിമാനത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഇന്ന് ഈ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത്. ബഹുമാന്യനായ തങ്ങൾ സൂചിപ്പിച്ച മാമ്പ്ര അബൂബക്കർ മുസ്ലിയാർ മുതൽ മുഴുവൻ ആളുകളെയും അനുസ്മരിച്ചു. അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവരിൽ നിന്നും മരണപ്പെട്ട ആളുകൾക്ക് അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ മഹത്തായ രാജ്യത്തിൻ്റെ ചരിത്രം മലയാളത്തിൽ രേഖപ്പെടുത്തിയാൽ ആദ്യത്തെ വരിയിൽ തന്നെ വന്നു പോകേണ്ട ഒരു മഹത്തായ പ്രസ്ഥാനമാണ് നാസർ സുവൈദി മദ്രസ. മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ ഒരുപാട് നേതാക്കൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുവാനും അതിലുപരി നമ്മുടെ കുട്ടികൾക്ക്, ഒരുപാട് കുട്ടികൾക്ക് വളർന്നു പോയവർക്ക് നല്ല നല്ല ഉന്നത പദവികളിലെത്തുവാൻ ഒരു വഴികാട്ടിയായും നമുക്ക് ഇവിടെ ലഭിച്ച ഒരു മഹത്തായ സംരംഭമാണ് നാസർ സുവൈദി മദ്രസ. അള്ളാഹു ആ മഹത്തായ പ്രസ്ഥാനം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. 2 മണിക്ക് ആരംഭിച്ച നമ്മുടെ കുട്ടികളുടെ പരിപാടിയാണ്. അള്ളാഹു നമ്മുടെ കുട്ടികൾക്കെല്ലാം നാഫിയായ ഇൽമിനെ നൽകുമാറാവട്ടെ. കൂടുതലായി ഈ അവസരത്തിൽ ആരും ഒന്നും പ്രസംഗിക്കുന്നില്ല. തുടർന്ന് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളുണ്ട്. അവർക്കെല്ലാം അവസരമൊരുക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ നാഫിയായ സ്വാലിഹായ കൂടിച്ചേരലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കെല്ലാം നാഫിയായ ഇൽമ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്ക് പ്രചോദനം നൽകുന്ന രക്ഷിതാക്കൾക്കും അവരെ പരിപാലിക്കുന്ന നമ്മുടെ ഉസ്താദുമാർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഒരുപാട് പരിപാടികൾ ഇനിയും നടക്കാനിരിക്കുകയാണ്. നമ്മുടെ വേദിയിൽ ഒട്ടേറെ നേതാക്കളുണ്ട്. നമ്മുടെ SKSF-ൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഹുസൈൻ പുറത്തൂർ, അതുപോലെ KMCC-യുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി അഷ്റഫ് നേർച്ചാൽ, അതുപോലെ നമ്മുടെ ഹാദിയൻ്റെ സെക്രട്ടറി ബഷീർ ഹുദവി, അതുപോലെ നമ്മുടെ ഹലീം ഉസ്താദ്, അതുപോലെ നമ്മുടെ ബിസിനസ് രംഗത്തെ പ്രമുഖരായ ഹംസ ഹാജി, റാഷിദ് ഏലംകുളം, അതുപോലെ ബൈത്താൻ സ്കൂൾ ഡയറക്ടർ, ഇങ്ങനെ അതുപോലെ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട റസാഖ് വളാഞ്ചേരി, നമ്മുടെ മദ്രസയുടെ നേതാക്കന്മാർ സയ്യിദ് ബുഖാരി തങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ നേതാക്കന്മാർ, ഹാഫിദ് ജുനൈദ് റഹ്മാനി ഉസ്താദ് അടക്കം ഒരുപാട് പേർ ഇവിടെ ആശംസ അർപ്പിക്കാനുണ്ട്. പക്ഷേ സമയം അതിക്രമിക്കുന്നത് കൊണ്ട് എല്ലാവരുടെയും ആശംസ ഇവിടെ പ്രത്യേകം അറിയിക്കുകയാണ്. നമ്മുടെ മദ്രസയിൽ നിന്നും കഴിഞ്ഞ വർഷം 7ാം തരത്തിൽ ടോപ്പ് + നേടിയ വിദ്യാർത്ഥിനി ഷസാന സിറാജുദ്ദീൻ, ആ വിദ്യാർത്ഥിനിക്ക് SKSF-ൻ്റെ പ്രത്യേക സമ്മാനമുണ്ട്. അതോടൊപ്പം ഒരു സഹോദരൻ ആ കുട്ടിക്ക് സ്വർണ്ണ മെഡൽ സമ്മാനിച്ചിരിക്കുന്നു. ആ സ്വർണ്ണ മെഡൽ ബഹുമാനപ്പെട്ട നമ്മുടെ മദ്രസയുടെ ജനറൽ സെക്രട്ടറി സയ്യിദ് ഷുഐബ് തങ്ങൾ അവർകൾ സമ്മാനിക്കുന്നു. അതുപോലെ ഇവിടെ ഒരുപാട് സമ്മാനങ്ങൾ നൽകാനുണ്ട്. ആദ്യമായി നമ്മുടെ ടോപ്പ് + നേടിയ വിദ്യാർത്ഥിനി
ഷസാനയുടെ പിതാവ് സിറാജുദ്ദീൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റുവാങ്ങാൻ നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ്. തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. It is a moment of immense pride and joy to celebrate the outstanding achievements of our student. Today, we have someone truly special among us who has set an example of dedication, hard work, and excellence. She has not only made us all proud, but has also secured the top plus position in the 7th grade Samasta Podu Pariksha. Let's welcome Shazana Sirajuddin to the stage, who has achieved this remarkable milestone with her extraordinary performance. Let's give her a big round of applause. മൊമൻറ്റോ നൽകുന്നത് ബഹുമാന്യനായ ജംഷീദ് തങ്ങളാണ്. ഏറ്റുവാങ്ങുന്നത് സിറാജുദ്ദീൻ. അജ്മാൻ സ്റ്റേറ്റ് SKSF നൽകുന്ന പ്രത്യേക സമ്മാനം ബഹുമാനപ്പെട്ട SKSFിൻ്റെ പ്രസിഡന്റ് ഹുസൈൻ പുറത്തു. ഇവിടെ ബഹുമാനപ്പെട്ട താങ്കൾ സൂചിപ്പിച്ചു, നമ്മുടെ മദ്രസയിൽ വർഷങ്ങളായി പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും. 5 ഹാഫിളുകളെ സമൂഹത്തിന് സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജുനൈദ് റഹ്മാനി ഉസ്താദാണ് നമ്മുടെ ഹിഫ്ളിൻ്റെ ഉസ്താദ്. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ ഹിഫ്ളിനെ കുറിച്ച് 2 വാക്ക് നമ്മോട് സംസാരിക്കാൻ നമ്മുടെ അജ്മാനിൽ ദീർഘകാലം ഔഖാഫിലെ ഇമാമായി ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഹാഫിൽ അബ്ദുൽ ഹലീം ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ടോപ്പ് പ്ലസിന് കുട്ടിയെ അർഹയാക്കിയ അബ്ദുൽ കരീം ഫൈലി ഉസ്താദ് മുക്കോടിന് 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين وبعد. ഏറ്റവും ബഹുമാന്യരായ സദസ്സിലും നമ്മുടെ സദസ്സിൽ സന്നിധരായ സയ്യിദന്മാർ, ഉലമാക്കൾ, ഹാഫിളീങ്ങൾ, ഉമറാക്കൾ, പണ്ഡിതന്മാരെ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒരു നിലക്ക് നമ്മളെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഒരു ഭാഗത്തൂടെ ഞാൻ ഈ ആശംസ ചോദിച്ചു വാങ്ങിയതാണ്. എന്തെന്നാൽ അൽഹംദുലില്ലാഹ് നമ്മളിതുവരെ കണ്ടതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട നാസർ സുവൈദി മദ്രസ ഈ റബിയുൽ അവ്വൽ പ്രമാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങളൊക്കെ നാം പാടുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ കുട്ടികളെയും ആ പ്രസംഗത്തിലൂടെയും പാട്ടിലൂടെയും മറ്റ് മദ്ഹ് കീർത്തനങ്ങളിലൂടെയും അത് നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു നല്ലൊരു സദസ്സ് നമുക്കൊരുക്കി തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഏറ്റവും ആദ്യമായി നാസർ സുവൈദി മദ്രസ ഭാരവാഹികൾ, വിശിഷ്യ ഈ കുഞ്ഞുങ്ങളെ അണിച്ചൊരുക്കിയ ഉസ്താദുമാർ, ടീച്ചേഴ്സ്, മറ്റ് അവരെ അണിയിച്ചൊരുക്കി എല്ലാ ത്യാഗവും സഹിച്ച എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാസർ സുവൈദി മദ്രസ ഓരോ മദ്രസയുടെ അവസ്ഥ പോലെ തന്നെ ആണെങ്കിലും നാസർ സുവൈദി മദ്രസയിൽ ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, അതിൽ ആൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഹിഫ്ള് പഠിക്കാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നു. അതോടൊപ്പം പെൺകുട്ടികൾക്കും ഹിഫ്ള് പഠിക്കാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലം, ആ ഒരു സൗകര്യം ചെയ്തതിൻ്റെ അതിലൂടെ ഈ സമൂഹത്തിൽ നമ്മുടെ മക്കൾക്ക് ഉപകാരം കിട്ടുന്ന നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
അൽഹംദുലില്ലാ, നേരത്തെ ഉസ്താദുമാർ പറഞ്ഞതുപോലെ 5 ഹാഫിളീങ്ങൾ ഈ കാലത്തിനിടയ്ക്ക് അവിടുന്ന് ഹാഫിളീങ്ങളായി പുറത്തു വന്നു. അതുപോലെ പെൺകുട്ടികളാണെങ്കിലും നല്ല ഖിറാഅത്തൊക്കെ പഠിച്ചു. അത്യാവശ്യം 2, 3, 5 ജുസായ പെൺകുട്ടികളെയും ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ നാസർ സുവൈദി മദ്രസയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നാം ഉണർത്തുന്നത്, ഞാൻ ഒരു പള്ളിയിലെ ഇമാമാണ്. ഈ ജമാഅത്ത് കഴിഞ്ഞാൽ പലരും വന്ന് ഇമാം നിൽക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധപ്പെടുമ്പോൾ ഒരു നിലയ്ക്ക് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, നാം കേരളീയർ എത്ര ഭാഗ്യവാന്മാരാണെന്ന്. ഈ വരുന്ന ജമാഅത്തായി നിൽക്കുന്ന ആൾക്കാർ, ഇമാമിങ്ങൾ, ഒരു ശരിയായ ഫാത്തിഹ അവർക്ക് ഓതാൻ അറിയില്ല. ഫാത്തിഹയിൽ തെറ്റുകൾ ആവർത്തിക്കുന്നു. ചെറിയ ചെറിയ സൂറത്തുകൾ പോലും ഓതുമ്പോൾ എന്താണോ ഓതുന്നത്, എവിടുന്ന് തുടങ്ങണോ എന്ന് പോലും അറിയാത്തൊരു അവസ്ഥയുണ്ട്. ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നത്, ഈ അവസരത്തിൽ ഉണർത്തുന്നത്, നമ്മുടെ ഓരോ കുട്ടികളെയും ഹാഫിളാക്കണം എന്നല്ല പറയുന്നത്. ഓരോ കുട്ടിയെയും ചുരുങ്ങിയത് ഒരു ജുസ് അമ്മ, അല്ലെങ്കിൽ ജുസ് തബാറക്ക, അല്ലെങ്കിൽ ജുസ് അമ്മയും സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, സൂറത്ത് യാസീൻ പോലത്തത് കാണാതെ പഠിപ്പിക്കാൻ, അതും നല്ല ഹാഫിളീങ്ങളായ, നല്ല ഖാരിയങ്ങളായ, ഖിറാഅത്തുമായിട്ട് ബന്ധമുള്ള നല്ല ഉസ്താദുമാർ ഓതി പഠിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നാം പഠിപ്പിക്കണം, ശീലിപ്പിക്കണം എന്ന് കാര്യമായിട്ട് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. എന്തെന്നാൽ വലുതായി നമുക്കൊക്കെ അറിയാം, നാം ഒക്കെ എത്രത്തോളം ഫാത്തിഹ ഓതുമ്പോൾ ശരിയാവുന്നുണ്ട്. അല്ല, ഒരു ഇമാമത്ത് നിൽക്കാൻ പിന്നീട് ഒരു പള്ളിയിലോ ഒരു 3-4 ആൾ ഒന്നിച്ച് വന്ന് ഒരു ഇമാമത്ത് നിൽക്കാൻ വേണ്ടി നമ്മളെ മുന്നോട്ട് നിർത്തിയാൽ നമുക്ക് ഓതാൻ പറ്റുന്ന അവസ്ഥ എന്തുകൊണ്ട് നമുക്ക് ആ ചെറുപ്പത്തിൽ ആ ശിക്ഷണം, ആ ഒരു പരിചരണം കിട്ടാത്തത് കൊണ്ടാണ് നാം ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. ആ സ്ഥാനത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട നാസർ സുവൈദി മദ്രസ ഈ സംരംഭം ഈ സമൂഹത്തിന്, നമുക്ക് പ്രത്യേകിച്ച് ഈ അജ്മാൽ താമസിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു സംരംഭം ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും അത് ഒരുക്കിയിട്ടുണ്ട്. അത് നാം ഉപയോഗപ്പെടുത്തണം, അതിൻ്റെ ഭാവകാക്കാവണം. ചുരുങ്ങിയത് ഒരു അമ്മ ജുസാണെങ്കിലും, അതോടൊപ്പം സൂറത്തുൽ മുൽക്ക്, സൂറത്ത് യാസീനൊക്കെ നന്നായി ഖിറാഅത്ത് അറിയുന്നവരിൽ നിന്ന് ഓതി പഠിപ്പിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യണം. അതോടെ ഖുർആൻ മുഴുവനും നന്നായി നോക്കി ഓതാനുള്ള കഴിവ് അവർക്കൊക്കെ ഉണ്ടാകും. അത് ഉണ്ടാക്കി തീർക്കണം, അതിനുള്ള പ്രയത്നം നമ്മുടെ ഭാഗത്തുണ്ടാവണം എന്ന് ഞാൻ പറയുകയാണ്. അതോടൊപ്പം നമ്മൾ മുതിർന്നവർക്കും ക്ലാസ്സുകൾ പലയിടത്തും നടക്കുന്നുണ്ട്. ഔദ്യോഗികമായി നമ്മുടെ അജ്മാനിൽ ഔഖാഫിൻ്റെ ഒരു സ്ഥാപനം തന്നെ മോർണിംഗ് ഷിഫ്റ്റ്, രാവിലെ 8 മണി മുതൽ 12 മണിയുള്ള സമയം ഇപ്പോൾ 18 വയസ്സിന് മീതെയുള്ള 18 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ക്ലാസ്സാക്കി മാറ്റിയിരിക്കുന്നത്. ഇതുവരെ കുട്ടികൾക്കായിരുന്നു അവിടെ ക്ലാസ് നടന്നിരുന്നത്. എന്നാൽ ഈ സെമസ്റ്റർ മുതൽ, ഈ സെപ്റ്റംബർ മുതൽ അത് 18 വയസ്സിന് മീതെയുള്ള ആൾക്കാർക്കായിട്ട് അത് ആ സമയം നീക്കിവെച്ചിരിക്കുകയാണ്. അതും സാന്ദർഭികമായി ഉണർത്തുകയാണ്. താല്പര്യമുള്ളവർക്ക് ആ ഔഖാഫിൻ്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാം. ഏത് സമയത്തും 8 മണി മുതൽ 12 മണി വരെയുള്ള ഏത് സമയത്തും വന്ന് അരമണിക്കൂറോ 20 മിനിറ്റോ അവിടെ ചിലവഴിച്ച് ഓതിപ്പടിച്ച് നിങ്ങളുടെ ഡ്യൂട്ടികളിലേക്ക് പോകാം. അതിനുള്ള സന്ദർഭവും നമ്മുടെ ഇടയിലുണ്ട് എന്ന് കൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഈ ഒരു അവസരം തന്ന, പ്രത്യേകിച്ച് ഈ സമയക്കുറവിലും എന്നെ ശ്രവിച്ച അള്ളാഹു നിങ്ങൾക്ക് 1000 സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ കൂടലും നമ്മുടെ ഒരു പറയലും കേൾക്കലും അള്ളാഹു സാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി നാസർ സുവൈദി മദ്രസയിൽ നിന്ന് ഹിഫ്ള് പൂർത്തിയാക്കിയ ഫാഹിമിനുള്ള ഉപഹാരം സമർപ്പിക്കുന്നത് നാസർ സുവൈദി മദ്രസയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി സയ്യിദ് ഷുഹൈബ് തങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫാഹിം ഫൈസലിൻ്റെ പിതാവിനെയും പ്രാപ്തനാക്കിയ ഉസ്താദിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Dear guests, now on the stage we gather to celebrate a beautiful accomplishment, the completion of Quran Hifz. The Quran is a divine guide,
a light for humanity, offering us wisdom, hope, and clarity in every aspect of life. As the Prophet Muhammad Mustafa sallallahu alaihi wasallam said, the best among you are those who learn the Quran and teach it. It's with a great honor that we call upon Hafiz Muhammad Fahim Faisal, who has shown immense dedication and spiritual commitment, to come to the stage and be recognized for memorizing the Holy Quran. May Allah continue to bless and guide you in this noble journey. ഈ കുട്ടിയുടെ ജ്യേഷ്ഠ സഹോദരനും കഴിഞ്ഞ വർഷം നമ്മുടെ മദ്രസയിൽ നിന്ന് ഹിഫ്ലിൻ്റെ സനദ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് ഇരട്ടി മധുരമാണ് നാസർ സുവൈദി മദ്രസയിൽ നിന്ന് ഒലിച്ചു ചെന്നത്. അടുത്തതായി ഹിഫ്ലിനെ പര്യാപ്തമാക്കിയ ഹിഫ്ലിൻ്റെ ഉസ്താദ് ജുനൈദ് റഹ്മാനി ഉസ്താദിനുള്ള ഉപഹാരമാണ്. ഉപഹാരം നൽകുന്നത് അബ്ദുൽ ഹലീം ഉസ്താദ് അവറുകളാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ടോപ്പ് പ്ലസിന് അർഹയാക്കിയ ഉസ്താദിനുള്ള അവാർഡാണ്. ഉസ്താദ് അബ്ദുൽ കരീം ഫൈസി ഉസ്താദ് അവറുകൾക്ക് നാസർ സുബൈദി മദ്രസ സെക്രട്ടറി ഇസ്മായിൽ എമിറേറ്റ് സമ്മാനിക്കുന്നു. ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കഴിഞ്ഞ വർഷം ടോപ്പർമാരായ വിദ്യാർത്ഥികളെയാണ് പേര് വിളിക്കുന്നത്. എത്രയും പെട്ടെന്ന് പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ ഗ്രീൻ റൂമിലേക്ക് എത്തിച്ചേരുക, സ്റ്റേജിൻ്റെ സൈഡിലേക്ക് എത്തിച്ചേരുക. സുഹൈൻ റസാനി 1-ാം ക്ലാസ്, മുഹമ്മദ് ഹബൻ 1-ാം ക്ലാസ്, മുഹമ്മദ് ഇലാൻസി 1-ാം ക്ലാസ്, റിൻസ റസാഖ് 1-ാം ക്ലാസ്, ഇഷ ഷെർലീസ് 1-ാം ക്ലാസ്, ദുആ ജമൽ 1-ാം ക്ലാസ്, സയ്യിദ് സിദാൻ 2-ാം ക്ലാസ്, മെഹവിഷ് 2B, ഫാത്തിമ ഫിദ 2C, മുഹമ്മദ് അമീൻ 3A, ഫിൽസ അജ്മൽ 3B, ആമിന ഇസ്സ 4B, ഷസ നജീബ് 5B, ഇലാൻ ഫഹീം 6B, ഷസാന 7-ാം ക്ലാസ്. ഇത് കഴിഞ്ഞ വർഷം ഈ ക്ലാസ്സുകളിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. എത്രയും പെട്ടെന്ന് സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുക. അടുത്തത് വീക്കെൻഡ് ബാച്ചിൽ നിന്ന് 1-ാം ക്ലാസ്സിലെ അഹമ്മദ് ഫായിസ്. ഇപ്പോൾ കുട്ടി ഉണ്ടാകുക 2-ാം ക്ലാസ്സിലായിരിക്കും. സന ഷാജഹാൻ, ഹംദാൻ ബിൻ ജൗഹർ, റയാൻ ഹാദി, ആമിന നസീർ, ആയിഷ അഫ്രീൻ, ഫാത്തിമ സഫ്വ, മുഹമ്മദ് ഷംവീൽ മഞ്ചേരി, ഉമർ സാഖി TM, മുഹമ്മദ് ഫായിസ്, ആദിൽ ഷാ അക്ബർ. ഇത്രയും വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുക. പൊതുപരീക്ഷയിൽ ഫസ്റ്റ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക സമ്മാനം, അജ്മാൻ SKSSF സ്റ്റേറ്റ് കമ്മിറ്റി നൽകുന്ന പ്രത്യേക സമ്മാനം ഷസാ നജീബ് 5-ാം ക്ലാസ്, ഷസാന 7-ാം ക്ലാസ്, മെഹവിഷ് ഉണ്ട്. മോളെ പത്താം ക്ലാസ് മുഹമ്മദ് ഫായിസ്.
10ാം ക്ലാസ്സിൽ നിന്നും ഫസ്റ്റ് നേടിയ മുഹമ്മദ് ഫായിസ്. ഇനി സമ്മാനം ലഭിക്കാത്തവർക്കുള്ള സമ്മാനങ്ങൾ മദ്രസയിൽ വെച്ച് നൽകുന്നതാണ്. പ്രിയമുള്ളവരെ, സബീൽ UAE നാഷണൽ കമ്മിറ്റി നടത്തുന്ന അൽ മുൽത്തഖ നവംബർ 10 ഞായർ വൈകിട്ട് 6 മണിക്ക് അജ്മാനിൽ വെച്ച് നടക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കുന്നവർ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, ഡോക്ടർ അബ്ദുസമദ് സമദാനി, CH ബാവ ഹുദവി പറപ്പൂർ, സ്വാലിഹ് ഹുദവി തൂത, ഏവരെയും അന്നേ ദിവസം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ടെന്ന് സംഘാടകർ അറിയിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവർക്കുള്ള സമ്മാനങ്ങൾ മദ്രസയിൽ വെച്ച് നൽകുന്നതാണ്. നമ്മുടെ ഹ്രസ്വമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ഉബൈദ് തങ്ങൾ, സ്റ്റാഫ് സെക്രട്ടറി, നമ്മുടെ ഈ പരിപാടിയുടെ ചീഫ് കൺട്രോളറാണ്, സയ്യിദ് ഉബൈദ് തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി നബിറല്ലാഹു അമ്മാ ബഅദ്. ഇനാഗുറൽ ഫംഗ്ഷൻ ഉദ്ദേശത്തിലും അല്പം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. സദസ്സിൽ സന്നിധരായിട്ടുള്ള, വേദിയിൽ സന്നിധരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ആലിമീങ്ങൾ, ഉമറാക്കൾ, ഉലമാക്കൾ, അതുപോലെ തന്നെ സാദാത്യങ്ങൾ, എല്ലാവരെയും ആരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. കാരണം ഓരോ ആളുകളുടെയും പേര് പറയാൻ അവർ അർഹതപ്പെട്ടവരാണ്. അവരുടെ സേവനം കൊണ്ടും അവരുടെ അതുപോലെ തന്നെ ഈ സാന്നിധ്യം കൊണ്ടും നിങ്ങളും എല്ലാ ആളുകളും നന്ദിക്ക് അർഹതപ്പെട്ടവരാണ്. പേരുകൊണ്ട് ആരെയും മെൻഷൻ ചെയ്യാതെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ അല്ലാഹു തആല അതിന് തക്കതായ പ്രതിഫലം നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.